ഈ വേൾഡ് കപ്പിൽ ഒരു ടെൻഷനും ഇല്ലാതെ കളി കാണാമെന്നായിരുന്നു അർജന്റീന ആരാധകരുടെ പക്ഷം. പക്ഷേ ഇന്നത്തെ രാവ് അതെല്ലാം മാറ്റിമറിച്ചു. കേപ്പ് വെർദെയുമായുള്ള ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീന ആരാധകർ ഭയത്തിൻ്റെയും ആശങ്കകളുടെയും കൊടുമുടി കയറിയിരുന്നു. മുഴുവൻ സമയം കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരം മുഴുവൻ ആരാധകർക്കും ആദിയേറ്റി. മത്സരം ഷൂട്ടൗട്ടിലേക്ക് കടന്നാൽ പോലും അർജന്റീനയ്ക്ക് ജയം സാധ്യമാകുമോ എന്ന സംശയവും എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം ഒറ്റ പേരായിരുന്നു, 40-കാരനായ ഒസീന്യ. മത്സരത്തിന്റെ യഥാർത്ഥ ഹൈലൈറ്റ് അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സിയും കേപ്പ് വെർദെയുടെ 40-കാരനായ ഗോൾ കീപ്പർ ഒസീനയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയായിരുന്നു. ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് കേപ്പ് വെർദെ എന്ന ആഫ്രിക്കൻ രാജ്യത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമായിരുന്നു? ടൂർണമെന്റിലെ ഏറ്റവും ചെറിയ രാഷ്ട്രമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട കുറസവക്ക് ലഭിച്ച മാധ്യമ ശ്രദ്ധ പോലും ഈ കൊച്ചു രാജ്യത്തിന് കിട്ടിയിരുന്നില്ല. എന്നാൽ തങ്ങളുടെ കന്നി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ സ്പെയിനിനെ ഗോൾ രഹിത സമയം കളിച്ചവർ ലോകത്തിലെത്തിച്ചു. അതോടെ ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ കേപ്പ് വെർദെയിലേക്കായി. മയാമിയിൽ നടന്നത് ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു ത്രില്ലർ പോരാട്ടമാണ്. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും 64-ാം സ്ഥാനത്തുള്ള കൊച്ചു രാജ്യമായ കേപ്പ് വെർദെയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇത്രയും വലിയൊരു ആവേശം ലോകം പ്രതീക്ഷിച്ചിരുന്നില്ല. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട പോരാട്ടത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയെങ്കിലും അവസാന സെക്കൻഡ് വരെ പൊരുതി ഫുട്ബോൾ ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയാണ് കേപ്പ് വെർദെ മടങ്ങുന്നത്. കളിക്കളത്തിൽ അവിശ്വസനീയമായ സേവുകളുമായാണ് ഒസീന്യ സാക്ഷാൽ മെസ്സിയെ വിറപ്പിച്ചത്. മത്സരത്തിൽ ആകെ 8 ഗംഭീര സേവുകളാണ് ഒസീന്യ നടത്തിയത്. അതിൽ 4 മെസ്സിയുടെ ഉറപ്പായ ഗോളുകളായിരുന്നു. ബോക്സിനുള്ളിൽ നിന്നും മെസ്സി എടുത്ത തകർപ്പൻ വലങ്കാൽ ഷോട്ടും പോസ്റ്റിന്റെ വലത് കോണിലേക്ക് വളഞ്ഞിറങ്ങിയ ഫ്രീ കിക്കും അദ്ദേഹം അസാമാന്യ മെയ്വഴക്കത്തോടെയാണ് തട്ടിയകറ്റിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിന് മുന്നിൽ പോലും ഒട്ടും പതറാതെ പന്ത് കൈകാര്യം ചെയ്ത ഗോൾമുഖത്തെ ബൊസീനിയുടെ ശാന്തത കേപ്പ് വെർദെക്ക് വലിയ കരുത്തായി. മത്സരത്തിന്റെ 29-ാം മിനിറ്റിൽ മെസ്സിയിലൂടെ അർജന്റീനയാണ് ആദ്യം മുന്നിലെത്തിയത്. ലിസാൻഡ്രോ മാർട്ടിനസ് പ്രതിരോധ നിരക്ക് മുകളിലൂടെ നൽകിയ പാസ് സ്വീകരിച്ച് ബൊസീനയ്ക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ മെസ്സി പന്ത് വലയിലെത്തിച്ചു. 2018-ൽ നൈജീരിയക്കെതിരെ മെസ്സി നേടിയ ഗോളിന്റെ തനി ആവർത്തനം. ഇതോടെ ലോകകപ്പിൽ 20 ഗോളുകൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടം മെസ്സി സ്വന്തമാക്കി. എന്നാൽ രണ്ടാം പകുതിയിൽ കേപ്പ് വെർദെ അർജന്റീനയെ ശരിക്കും ഞെട്ടിച്ചു. 59-ാം മിനിറ്റിൽ റയാൻ മെൻഡസിന്റെ പാസിൽ നിന്ന് ഡെറോയ് ഡുവാർത്തെ എമിലിയാനോ മാർട്ടിസിനെ കീഴടക്കി സമനില ഗോൾ നേടി. സമനില വഴങ്ങിയതോടെ അർജന്റീന ആക്രമണം കടുപ്പിച്ചെങ്കിലും ഒസീനിയ എന്ന കോട്ടയ്ക്ക് മുന്നിൽ അർജന്റീന മുന്നിട്ട് നേരിട്ട് പലപ്പോഴും കളിച്ചു. 8 മിനിറ്റ് ഇഞ്ചുറി ടൈമും അവസാനിച്ചതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ 92-ാം മിനിറ്റിൽ മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നും ലഭിച്ച പന്ത് അതിവേഗ നീക്കത്തിലൂടെ ലിസാൻഡ്രോ മാർട്ടിനസ് ലക്ഷ്യത്തിലെത്തിച്ചു. എന്നാൽ കേപ്പ് വെർദെ തോൽവി സമ്മതിക്കാൻ അപ്പോഴും തയ്യാറായിരുന്നില്ല. 103-ാം മിനിറ്റിൽ സിഡ്നി ലോപ്പസ് കബ്രാളിലൂടെ അവർ വീണ്ടും സമനില പിടിച്ചു. ഇടതുവിങ്ങിലൂടെ പന്തുമായി അർജന്റീന ബോക്സിലേക്ക് കയറിയ കബ്രാൾ ഡിബു മാർട്ടിനസിന്റെ സാധ്യതകൾ ഇല്ലാതാക്കി വലയുടെ ടോപ്പ് കോർണറിലേക്ക് ലക്ഷ്യമിട്ടു. ഈ ടൂർണമെന്റിലെ തന്നെ ബെസ്റ്റ് ഗോൾ. ഒടുവിൽ 111-ാം മിനിറ്റിൽ മെസ്സി എടുത്ത കോർണർ കിക്ക് റൊമേറോ വലയിലേക്ക് തലവെച്ചു. പ്രതിരോധിക്കുന്നതിനിടെ കേപ്പ് വെർദെ താരം ഡിനെ ബോർജസിന്റെ പിഴവിൽ പിറന്ന സെൽഫ് ഗോളാണ് അർജന്റീനയ്ക്ക് ആശ്വാസമായത്. എക്സ്ട്രാ ടൈമിന്റെ അവസാനങ്ങളിൽ പോലും കേപ്പ് വെർദെ തുടരെ ആക്രമണങ്ങൾ അയച്ചുവിടുകയായിരുന്നു. കളിയൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നായി ആരാധകർക്ക്. പന്തടക്കത്തിലും പാസിംഗിലും അർജന്റീന ആധിപത്യം പുലർത്തിയെങ്കിലും ഫൈനൽ തേടി കേപ്പ് വെർദെ ഉയർത്തിയ വെല്ലുവിളി നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. ഒരു ഗോളടിച്ചാൽ തിരിച്ചു ഗോളടിക്കുന്ന കേപ്പ് വെർദെയുടെ പോരാട്ടവീര്യം ഫുട്ബോൾ ആരാധകർക്ക് വലിയ ആവേശമാണ് സമ്മാനിച്ചത്. വീരോചിതമായ തോൽവി ഏറ്റുവാങ്ങി കേപ്പ് വെർദെ ടൂർണമെന്റിൽ നിന്ന് വിട പറയുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ പ്രീതി നേടിയാണ് അവർ മടങ്ങുന്നത്.